ഇറാനെ വീണ്ടും ആക്രമിക്കാൻ അമേരിക്ക നീക്കങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ട്. ഹോർമൂസ് ഉപരോധിച്ചാൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പടയൊരുക്കം. ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന സൂചനകളും പുറത്തു വന്നിരിക്കുകയാണ്. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, 2 ആഴ്ചത്തെ വെടിനിർത്തൽ, പക്ഷേ സമാധാനം ഇനിയും അകലെയാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ഇറാനെതിരെ കൂടുതൽ ശക്തിയോടെ ആക്രമിക്കാനാണോ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നീക്കം? സുരേഷ്, തീർച്ചയായും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ഈ ചർച്ചകൾക്ക് പിന്നാലെ ഈ ഹോർമൂസ് അടയ്ക്കുന്ന അല്ലെങ്കിൽ ഹോർമൂസിൽ ഉപരോധം തീർക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ട്രംപ് നൽകിയ ഒരു സമൂഹമാധ്യമ കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ആണവ സംവിധാനങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ആണവ ഇന്ധന സമ്പുഷ്ടീകരണവും അതുപോലെ തന്നെ യുറേനിയം ശേഖരം മാറ്റുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ യാതൊരു ചർച്ചകളും നടത്താനായില്ല. അക്കാര്യം ആ പ്രശ്നം തന്നെയാണ് അതീവ ഗൗരവമായി നിലനിൽക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞ ട്രംപ് ഇപ്പോൾ കൃത്യമായ ചില നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400 കിലോഗ്രാമോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് പുറത്തേക്ക് മാറ്റണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ആ ആവശ്യം ഇത് നടപ്പാക്കാൻ ഒട്ടും തന്നെ ഇറാൻ സഹകരിച്ചില്ല എന്നതുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണം ഉണ്ടായേക്കുമെന്നൊരു സൂചന തന്നെയായിരുന്നു ആ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ തന്നെ വന്നത്. മാത്രമല്ല, ഈ അടുത്ത സമയങ്ങളിലുണ്ടായത് ഹോർമൂസ് ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഇറാന് ടോൾ നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുങ്കം നൽകുന്നുണ്ടെങ്കിൽ ആ കപ്പലുകൾ തടയുമെന്നുമുള്ള നിലപാട് കൃത്യമായി അറിയിക്കുകയും ഉടൻ തന്നെ നിലവിൽ വരികയും ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തോട്, ഇത്തരം നീക്കത്തോട് സായുധമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു മിലിറ്ററി സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പ്രതികരണം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈനിക സംവിധാനങ്ങൾ കൊണ്ടുള്ള പ്രതികരണം നടത്തുകയാണെങ്കിൽ ആ പ്രതികരണത്തിനെ അതിശക്തമായി നേരിടുമെന്ന നിലപാടാണ് അറിയിച്ചത്. സമാന രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇന്ന് രാവിലെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇറാനെതിരായ യുദ്ധം ഈ സമാധാന ധാരണയുടെ ഭാഗമായി 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ നടപ്പാക്കുകയും അതിനെ തുടർന്നുള്ള ചർച്ചകൾ നടത്തുകയും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ അലസിപ്പിരിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ആക്രമണത്തേക്കാണ് 2 രാജ്യങ്ങളും നീങ്ങുന്നതെന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത്. തീർച്ചയായും ഹോർമൂസിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ട്രംപിൻ്റെ നിലപാട്, അതായത് സ്വതന്ത്രമായ കപ്പലുകളുടെ യാത്ര ഉറപ്പാക്കുമെന്ന ട്രംപിൻ്റെ നിലപാട് കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ആക്രമണത്തിലേക്ക് തന്നെ ഇരു രാജ്യങ്ങളും വീണ്ടും നീങ്ങുന്നുവെന്നും ഇറാനെതിരെ ഇനിയും തുടർന്നൊരു ശക്തമായ ആക്രമണത്തിലേക്ക് തന്നെ അമേരിക്കയും ഇസ്രയേലും നീങ്ങുമെന്ന സൂചനകളാണ് 2 രാജ്യങ്ങളിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.